ശശിയേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ മിസ്റ്റർ ശശിയേട്ടൻ നായർ, അദ്ദേഹം ഫോമർ പ്രസിഡന്റ് ആയിരുന്നു, ഫൗണ്ടർ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ പല പ്രാവശ്യം മാഗിൻ്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ളതാണ്. നല്ലൊരു ഓർഗനൈസറാണ്. ഇതുപോലെ ക്യാമ്പയിൻ മാനേജറുള്ള പൊസിഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കഴിവുള്ള യോഗ്യനായിട്ടുള്ള ഒരു അദ്ദേഹത്തെ ഇതിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വൈരമിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത കാലത്തൊക്കെ ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ഫങ്ഷൻസ് നടന്നിട്ടുണ്ട്. ഇന്നത്തെ ഫങ്ഷൻ ഹൗസ്ഫുൾ ആണെന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ സിറ്റി മേയർ മിസ്റ്റർ കെൻ മാത്യു ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ആയിട്ടിപ്പോൾ ഏതാണ്ട് 1979 മുതൽ ഇവിടുത്തെ മലയാളികളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഡോക്ടർ വൈരമൻ നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും അതിനുള്ള അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു വാശിയോ വൈരാഗ്യമോ ഒന്നും ആരോടുമില്ലാതെ, ഒരു കണക്ക് പറഞ്ഞാൽ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന രീതിയിലുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹം ഒരു ജഡ്ജിയായി കഴിയുമ്പോൾ, ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ മുറകളും ശരിയായിട്ട് പഠിച്ച് ശരിയായ രീതിയിൽ ഒരു ന്യായാധിപൻ എന്നുള്ള രീതിയിൽ ചെയ്യുമെന്ന് നമുക്ക് ഉത്തമ വിശ്വാസമാണ്. അതിലേക്ക് നമുക്ക് വേടുന്നത് ഇവിടെ ഇലക്ഷനാണല്ലോ. നാട്ടിലെ പോലെ നോമിനേറ്റ് ചെയ്യുകയോ അപ്പോയിൻ്റ് ചെയ്യുകയോ ഒന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നഖശിഖാന്തം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഈ ഇലക്ഷൻ എന്ന് പറയുന്ന പേര് തന്നെ പേടിച്ചു. ഇലക്ഷൻ കാര്യം ഇലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മത്സരം ഉണ്ടെന്നുള്ളത് അതിൻ്റെ അകത്ത് നിഗൂഢമാണ്. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയത്തുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ, അതായത് കാൻഡിഡസിയിൽ അദ്ദേഹം എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഈ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതായ ആ നന്മബോധം കൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ലാതെ ഞാനൊരു ജഡ്ജാണെന്നുള്ള പൊങ്ങി നടക്കാനുള്ള അതിൻ്റെ ഉദ്ദേശത്തിലല്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ മലയാളികളുടെ മാത്രം വോട്ട് കൊണ്ട് ഒരാൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്കറിയാവുന്നവരോടും നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളോടും ഈ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. മലയാളികൾ മാത്രമല്ല, ഈ പ്രിസൺ 3-യിലുള്ള എല്ലാ വോട്ടേഴ്സും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് നാം അദ്ദേഹത്തെ
ഒരു സ്റ്റെപ്പ് കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യുക മാത്രമല്ല, ഇതിന് ചിലവുണ്ട്. അഡ്വർടൈസ് ചെയ്യണം, അതുപോലെ ഫ്ലെക്സ് ബോർഡ് വെക്കണം, അതുപോലെ നമ്മൾ യാർഡിലൊക്കെ കുത്തുന്ന സൈൻ വേണം. ഇതിനൊക്കെയാണ് ചിലവുകൾ കൂടുതൽ. അത് ഒരാളെ കൊണ്ട് മാത്രം പറ്റില്ല. അതിന് എല്ലാവരും അവരവരുടെ കഴിവനുസരിച്ച്, ഞാൻ കൂടുതൽ പറയാം, കഴിവനുസരിച്ച് 10 കൊടുക്കാറുള്ളവർ 10 കൊടുക്കുക, 100 കൊടുക്കണം 100 കൊടുക്കുക, 1000 കൊടുക്കാൻ കഴിവുള്ളവർ 1000 കൊടുക്കുക. ഇത് ഒരു തവണയായിട്ട് കൊടുക്കണമെന്നില്ല, പല തവണയായിട്ട് കൊടുക്കാം, എന്നാലും കുഴപ്പമില്ല. അദ്ദേഹം ചോദിക്കാൻ മടിക്കുന്നുകൊണ്ടാണ് ഞാനങ്ങ് പറയുന്നത്. എന്ത് കരുതി ഇവിടെ വന്നിരുന്നൊരു പൈസ പിടിക്കാനായിരുന്നു വന്നെന്നാലും ചിന്തിക്കരുത്. അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ അവസരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ അടുത്ത കാലത്ത് നടന്നതിൽ വളരെ ഹൗസ്ഫുള്ളായിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ മീറ്റിംഗാണിത്. അതിൽ നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊരു പ്രിലിമിനറി മീറ്റിംഗ് മാത്രമാണ്. ഇലക്ഷൻ അടുത്ത വർഷമാണ്. സോ നമുക്ക് ഇനി സമയമുണ്ടെന്ന് കരുതി ആരും റിലാക്സ് ചെയ്യേണ്ട. പക്ഷെ സമയമുണ്ട്. നമുക്ക് ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കാനുള്ള സമയമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കുമെന്നും നമ്മുടെ ഡോക്ടർ വൈരമണ്യെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ട് നാം മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ സംശയങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ചോദിക്കുകയോ പറയുകയോ, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തെ ജയിപ്പിക്കുന്ന ആയിരിക്കണം നമ്മുടെ ഉദ്ദേശം. അത് നിർവഹിക്കണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.